മുഴുവൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നതാണ് മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് പരക്കെ നാശനഷ്ടമുണ്ടായി. വിഴിഞ്ഞം ഉച്ചക്കടയിൽ കടകളിൽ വെള്ളം കയറി. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, നേരത്തെ ഏതാനും ജില്ലകളിൽ മാത്രമായിരുന്നു ഓറഞ്ച് അലേർട്ട്, പക്ഷേ ഇപ്പോൾ കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന തരത്തിലേക്കാണോ പുതുക്കിയ മുന്നറിയിപ്പ്? അനുജ, തീർച്ചയായും സംസ്ഥാനത്ത് നിന്ന് പരക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. 10 മണിക്ക് വരുന്ന മഴ മുന്നറിയിപ്പിൽ 14 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 10 ജില്ലകളിൽ വീതവും മഴ മുന്നറിയിപ്പുണ്ട്. അതായത് 3 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴയോ ശക്തമായ മഴയോ തുടരാൻ സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റ് ഇന്നലെ രാത്രി മുതലും ഇന്ന് പുലർച്ചെയുമൊക്കെ ഉണ്ട്. അതുമൂലമുള്ള നാശനഷ്ടങ്ങളും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ മഴ കനക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മലയോര മേഖലയിൽ അതിതീവ്ര മഴ രാത്രിയും ഒക്കെ പെയ്യുകയാണ്. ആ മേഖലയിൽ ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കൂടുതലാണ്. മലവെള്ളപ്പാച്ചിലിന് സാധ്യത കൂടുതലാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിന് സാധ്യത കൂടുതലാണ്. ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് പൊതുജനങ്ങൾ ജാഗ്രത തുടരേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല കേരള തീരത്ത് പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. 3.6 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. തീരദേശവാസികൾ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം പലയിടങ്ങളിലും കടലേറ്റം രൂക്ഷമാണ്. അത്തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. വിഴിഞ്ഞത്താകട്ടെ, വിഴിഞ്ഞം ഉച്ചക്കട ഭാഗത്തൊക്കെ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായി. വീടുകളിലേക്കും കടകളിലേക്കുമൊക്കെ വെള്ളം കയറി. ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായി പോയിട്ടില്ലെങ്കിൽ പോലും വെള്ളം ഇറങ്ങിപ്പോകുന്നു തുടരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കനത്ത മഴ തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ മുതൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മഴ വരുന്ന മണിക്കൂറുകളിലും തുടരാനാണ് സാധ്യത. അനുജ, വരുന്ന 3 ദിവസം കൂടി ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും നിലവിൽ മഴ മുന്നറിയിപ്പുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നതാണ്. കനത്ത നാശനഷ്ടം വിവിധയിടങ്ങളിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പെയ്ത കനത്ത മഴയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അലക്സ് റാം മുഹമ്മദാണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ നൽകിയത്.